ഹായ് എവറിവൺ, വെൽക്കം ടു നോട്ട് ബഡിയ ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ഗെറ്റ് ടുഗെദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ്. ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസും റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്സും സമ്മറിയും എല്ലാം നോട്ട് ബഡിയ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടന്നാലോ. ഗെറ്റ് ടുഗെദർ. ലവ് ഈസ് ബട്ട് എ സോങ് വി സിങ്. ലവ് എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം നമ്മൾ പാടുന്ന ഒരു പാട്ട് പോലെയാണ്. അത് ഭയങ്കര എനർജറ്റിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഒക്കെയാണ് അല്ലേ? ബട്ട് എന്താണ്? ഫിയേഴ്സ് ദ വേ വി ഡൈ. ഫിയർ എന്താണ്? നമ്മളെ മെന്റലിയും ഇമോഷണലിയും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന, തകർക്കുന്ന, നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ നശിപ്പിക്കുന്നത് എന്താണ്? അപ്പോ ഭയമാണ്. യു ക്യാൻ മേക്ക് ദ മൗണ്ടെയിൻസ് റിങ്. നമുക്ക് എന്താണ്? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് പർവ്വതങ്ങളെ ഒക്കെ എന്താണ്? വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ മൂവ് ചെയ്യിക്കാൻ വരെ നമുക്ക് പറ്റും. എങ്ങനെ? യൂണിറ്റിയും ലവും എല്ലാം ഉണ്ടെങ്കിൽ. ഓർ മേക്ക് ദ ഏഞ്ചൽസ് ക്രൈ. അത് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മളെ ഈ ഒരു ഏഞ്ചൽസിനെ ക്രൈ ചെയ്യിപ്പിക്കാനും പറ്റും. നമുക്ക് ഈ യൂണിറ്റിയും അതുപോലെ സ്നേഹവും ഒരുമയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഈ മൗണ്ടെയിൻസിനെ നീക്കുന്ന അത്ര വലിയ കാര്യം ചെയ്യുന്ന നമുക്ക് ഈ ഏഞ്ചൽസിനെ കരയിപ്പിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് വേദനകൾ ഉണ്ടാക്കാനും മനുഷ്യന് കഴിയും. ദോ ദ ബേർഡ് ഈസ് ഓൺ ദ വിങ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷി എന്താണ്? ചിറകിന്മേൽ പറക്കുന്നു. അതിൽ അർത്ഥം വെക്കുന്നത് എന്താണ്? ബേർഡ്സ് ഭയങ്കര ഫ്രീ ആയിട്ടാണല്ലോ പറക്കുക. അതുപോലെ തന്നെയാണ് മനുഷ്യനും എന്താണ്? മനുഷ്യന് ചിറകുള്ള പോലെ നമ്മളും ഇങ്ങനെ പറക്കുകയാണ്. ആൻഡ് യു മെ നോട്ട് നോ വൈ. എന്നാൽ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറന്നിങ്ങനെ പോകുന്നത്? എന്താണെന്നുള്ളത് നമുക്കൊരു നിശ്ചയമില്ല, അല്ലെ? നമ്മൾക്ക് അറിയണമെന്നില്ല. എല്ലാ കാര്യങ്ങളും എന്തിനു സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയണമെന്നില്ല. സോ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ലവ് എന്ന് പറയുന്നത് ഒരു സോങ് പോലെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളും പ്ലസന്റും ഒക്കെയാണ്. അത് ഭയങ്കര ആക്റ്റീവും ഒക്കെയാണ്. പക്ഷെ എന്താണ്? ഫിയർ ആണ് നമ്മളെ നശിപ്പിക്കുന്നത്. അത് നമ്മളെ മെന്റലിയും ഫിസിക്കലിയും എല്ലാം ഡിസ്ട്രോയ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിന് എന്താണ്? ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സെയിം ടൈം നമുക്ക് നശിപ്പിക്കാനുള്ള, സങ്കടപ്പെടുത്താനുള്ള, ഒക്കെ കേടുവരുത്താനുള്ള ആ ഒരു കപ്പാസിറ്റിയും ഉണ്ട്. ചില സമയം നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മൾ ജസ്റ്റ് ഒരു ബേർഡ് ഫ്ലൈ ചെയ്യുന്ന പോലെ, ഒരു കാരണമൊന്നും ഇല്ലാതെ ഫ്ലൈ ചെയ്യുന്ന പോലെ ഫ്ലൈ ചെയ്യാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. സെക്കൻഡ് സ്റ്റാൻസ. കമോൺ പീപ്പിൾ നൗ. എല്ലാവരും വായോ, ഇപ്പൊ തന്നെ വായോ. സ്മൈൽ ഓൺ യുവർ ബ്രദർ. നിങ്ങളെ ബ്രദറിനെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യേ, ചിരിക്കി. എവറിബഡി ഗെറ്റ് ടുഗദർ. എല്ലാവരും ഒന്ന് ഒരുമിക്കെന്ന് പറയാണ്. ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. ഇപ്പൊ തന്നെ മറ്റുള്ള ആളുകളെ സ്നേഹിക്കാന് ട്രൈ ചെയ്യുന്ന പറയുന്നത്. അതായത് പോയിട്ട് യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ് അല്ലെ ആൾക്കാരെ എല്ലാവരോടും. ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരോടും ഒരുമിക്കാൻ പറയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്നിട്ട് സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്പ്രെഡ് ലവ് സ്പ്രെഡ് ചെയ്യുക. അവർ പറയുന്നത് സ്മൈൽ ഓൺ യുവർ ബ്രദർ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ആൾക്കാരെയും നമ്മളെ സ്വന്തം ഫാമിലി പോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സം മേ കം ആൻഡ് സം മേ ഗോ, വി വിൽ ഷുവർലി പാസ്. ലൈഫിൽ കുറച്ച് ആളുകൾ വരും, കുറച്ച് ആളുകൾ പോകും. അതുപോലെ തന്നെ നമ്മളും പോകും അല്ലെ? നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മളിവിടെ നിൽക്കുവോ? ഇല്ല, നമ്മളും ഇവിടുന്ന് കടന്നു പോകും, നമ്മളും മരിച്ചു പോകും. വെൻ ദ വൺ ദാറ്റ് ലെഫ്റ്റ് us ഹിയർ റിട്ടേൺ ഫോർ us അറ്റ് ലാസ്റ്റ്. നമ്മളവിടെ ആക്കിയിട്ടുള്ള അവസാനം റിട്ടേൺ ചെയ്യും, ലാസ്റ്റിൽ വരും എന്നാ പറയുന്നത്. അതൊരു ബൈബിളിൽ ഉള്ള ഒരു റെഫറൻസ് ആണ്. അതായത് ബൈബിള് വിശ്വാസ പ്രകാരം നമ്മളെ ജനിപ്പിച്ച ആള് അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് തിരിച്ചു വരും എന്നാണ് പറയുന്നത് അല്ലെ? ആ ഒരു കാര്യമാണ് ഇവിടെ, ബൈബിൾ റെഫറൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വി ആർ ബട്ട് എ മൊമെന്റ്സ് സൺലൈറ്റ് ഫീഡിങ് ഇൻ ദ ഗ്രാസ്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു സൺലൈറ്റ് ഒരു ഗ്രാസിന്റെ മുകളിൽ പതിച്ചിട്ട് അതുകൊണ്ട് മാഞ്ഞു പോകാൻ ഒരുപാട് സമയം വേണോ? വേണ്ട, പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? അതുപോലെ അത്രയേ ഉള്ളൂ നമ്മളെ ലൈഫ് എന്നാ പറയുന്നത്. നമ്മൾ അത്രയും വലിയൊരു ലൈഫ്, നമ്മൾ വിചാരിക്കും ഒരുപാടുണ്ട് നമ്മളെ ജീവിതം എന്ന്. പക്ഷെ ആക്ച്വലി നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. Come on people now, smile on your brother. Everybody get together. Try to love one another right now. ഇപ്പൊ തന്നെ
എല്ലാരും ഒരുമിച്ച് വരൂ, നിങ്ങളെ ബ്രദറിനെ നോക്കിയിട്ട് ചിരിക്കൂ, എല്ലാവരും ഒരുമിക്കൂ, ബാക്കിയുള്ള ആളുകളെയും സ്നേഹിക്കാൻ ട്രൈ ചെയ്യൂ. ഇത് നേരത്തെ സെയിം ലൈൻസ് ആണ് അല്ലെ, അതിനാണ് റിഫ്രെയിൻ എന്ന് പറയാം. ഓക്കെ, സെയിം പാരഗ്രാഫ് സെയിം സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒരുമിക്കാൻ വേണ്ടിയിട്ട് പറയാണല്ലേ, ലവ് സ്പ്രെഡ് ചെയ്യാനും ഒരുമിക്കാനും ഒക്കെ പറയുന്ന ആ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണിക്കുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അല്ലെ. If you hear the song I sing, you will understand. Listen. ഞാൻ പാടുന്ന ഈ പാട്ട് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്ത്? യു ഹോൾഡ് ദ കീ ടു ലവ് ആൻഡ് ഫിയർ. ഈ ലവ് ചെയ്യാനും, അതായത് സ്നേഹത്തിന്റെയും ഭയത്തിന്റെയും താക്കോല്, കീ ഉള്ളത് ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ തന്നെയാണ് ഈ രണ്ടിലേക്കുള്ള താക്കോല് പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓൾ ഇൻ യുവർ ട്രംബ്ലിംഗ് ഹാൻഡ്. അതായത് നിങ്ങളുടെ വിറയ്ക്കുന്ന കൈകളിലാണ് ഈ ഒരു ലവിന്റെയും ഫിയറിന്റെയും സ്നേഹത്തിന്റെയും ഭയത്തിന്റെയും താക്കോലുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് വൺ കീ അൺലോക്സ് ദം ബോത്ത്. ഇറ്റ്സ് ദർ അറ്റ് യുവർ കമാൻഡ്. രണ്ടിനും ഒരേ കീ ആണ്, ഒരു കീ ആണ് ഉള്ളത്, അത് രണ്ടും തുറക്കും. അത് എന്ത് അനുസരിച്ചാണ് തുറക്കുക? നിങ്ങളുടെ കമാൻഡ് അനുസരിച്ച്, നിങ്ങളുടെ ഓർഡർ അനുസരിച്ച്, നിങ്ങളുടെ നിർദ്ദേശപ്രകാരം. നിങ്ങൾ എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ്. അത് ലവ് ആണോ ഫിയർ ആണോ എന്നുള്ളത് ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. വീണ്ടും റിഫ്രെയിൻ ആണല്ലേ അവിടെ കാണിക്കുന്നത്. അതായത് നേരത്തെ ആ ഒരു ലൈന് കമോൺ പീപ്പിൾ നൗ എന്നുള്ള ആ ഒരു 4 ലൈൻസ് അവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മളെ ലൈഫ് ഷോർട്ടാണ്, അതുകൊണ്ട് തന്നെ ലവ് വേണോ ഫിയർ വേണോ എന്ത് വേണം എന്നുള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യണം. കാരണം നമ്മളെ ലൈഫ് വളരെ ഷോർട്ടാണ്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ബാക്കിയുള്ളവരുമായിട്ടുള്ള ആ ഒരു യൂണിറ്റിയും ലവ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. I said, come on, people, now. Smile on your brother. Everybody get together. Try to love one another right now. Right now. Right now. Right now. ഇത്രയാണല്ലേ നമ്മളെ പോമുള്ളത്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് സ്റ്റാൻസയില്? ഞാൻ പറയാണ് എല്ലാവരും ഒരുമിച്ച് വരൂ, എല്ലാവരും ഒപ്പരം വായോ, ഇപ്പൊ തന്നെ വായോ. എന്താ ചെയ്യേണ്ടത്? സ്മൈൽ ഓൺ യുവർ ബ്രദർ. നിങ്ങളുടെ ബ്രദറിനെ നോക്കി സ്മൈൽ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യും, അവരോട് പുഞ്ചിരിക്കുക അല്ലെ. എവറിബഡി ഗെറ്റ് ടുഗദർ. എല്ലാവരും ഒരുമിച്ചിട്ട് വായോ. ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. ഇപ്പൊ തന്നെ ബാക്കിയുള്ളവരെ സ്നേഹിക്കുക. ട്രൈ ടു ലവ് എന്നാ പറയുന്നത് അല്ലെ. ട്രൈ ചെയ്യ്, ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. എപ്പോഴാ ചെയ്യേണ്ടത് ഇതൊക്കെ? റൈറ്റ് നൗ. റൈറ്റ് നൗ. റൈറ്റ് നൗ. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സമയം എന്നുള്ളത് അല്ലെ. നൗ എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ കയ്യിലുള്ളത് നൗ മാത്രമാണ്. യെസ്റ്റർഡേ പാസ്റ്റ് ആണ്, അത് കഴിഞ്ഞു പോയി. ഇന്ന് നമ്മളെ കയ്യിലുണ്ട്, നാളെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെ ലൈഫ് വളരെ ഷോർട്ടാണെന്നാണ് അല്ലെ. സോ ഇപ്പൊ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെ പോയിറ്റ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വരുന്നത്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ, സമ്മറി, നോട്ട്സ്, പോയറ്റിക് ഡിവൈസസ് കാര്യങ്ങളെല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ, ഇഷ്ടാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.